സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചിട്ടോ വണ്ടി എടുക്കണേ. കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത്രയുണ്ടല്ലോ അവന് ഇന്ത്യൻ ആട്ടോ. നാട്ടിൽ 55 രൂപ ഒരു. ഇപ്പൊ നമ്മളൊരു ചുരത്തിന്റെ അവിടെ വന്നേക്കണേ. ഹലോ മൈ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പൊ രാവിലെ തന്നെ ഭയങ്കര ആക്റ്റീവാണ്. എന്താണ് പതിപോലെ തന്നെ അല്ല, എന്നെ ആക്റ്റീവാണ്, ഇന്ന് കുറച്ച് കൂടുതലാണ്. എന്താ എന്ത് ഓടൊക്കെ അവനെ ആക്റ്റീവാണെന്നാ പറയുന്നത്. മാക്സിമം എന്ത് ചെയ്യണം, ഫാമിലിന്റെ ഒപ്പം ഫ്രണ്ട്സിന്റെ ഒപ്പം ചെലവഴിക്കുക. ഒന്ന് മരമാക്രി ഉണ്ടല്ലോ, അവനൊരു ഇന്ത്യൻ ആട്ടോ. അതിൻ്റെ ഉള്ളൊരു മുട്ടത്തരനെ കണ്ടോ? ഈ മാക്രി ഉണ്ടല്ലോ, ഒരു ടെയിലൊക്കെയാണ് തന്നു വിട്ടേക്കണത്. എങ്ങനെ ശരിയാവും? 11 കിലോമീറ്റർ ഉണ്ട്. കള്ള പൂച്ചാണ്ടി. ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താ ചെയ്യുന്നത്? തൊട്ടാതെ നമ്മളവിടെ ഏൽപ്പിക്കണം. നമുക്ക് തന്ന ജോലി എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി. വഴിയാണെങ്കിൽ ഒരു പെശക് വഴിയാണ്, കണ്ടില്ലേ? മൂപ്പര് തന്ന ജോലി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് പോവും. ഇതെന്തോ കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽ എന്നാണ് പറഞ്ഞത്. ഏകദേശം നാട്ടിൽ 55 രൂപ ഒരു ഇതിനുണ്ട് പോകണം. സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചിട്ടോ വണ്ടി എടുക്കണേ. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോവേ. പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അതായത് നാട്ടിൽ 55 രൂപ വരുന്നുണ്ടെന്നാണ് ആ ഇന്ത്യക്കാരൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളൊരു ചുരത്തിന്റെ അവിടെ വന്നേക്കണേ. ഈ ടൈല് കൊണ്ട് കാലിലെ മുട്ടൊക്കെ ഒരുമാതിരി നല്ല വേദന വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാശ് കിട്ടുന്നുള്ളതുകൊണ്ട് വിടാനൊരു മടി. അത് പറഞ്ഞ അവസാനം കട്ടിലിങ് വേണ്ട വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ വിടാനുള്ളൊരു മൈൻഡ് എനിക്കിപ്പില്ല. കാരണം ജീവിക്കണം. എന്ത് ജോലിയും ചെയ്യാതെ മനസ്സുണ്ട് ഇപ്പൊ എനിക്ക്. എല്ലാവർക്കും അങ്ങനെ തന്നെ വേണം. അതായത് എന്ത് ജോലിയും ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ്. വേറൊന്നും കൊണ്ടല്ല. നമുക്ക് ആരും നമ്മുടെ മിഡിൽ ക്ലാസ്സുകാർക്ക് അവര് എങ്ങനെ പോലും സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചോളും. ഒരാളുടെ നിന്ന് 10 രൂപ ചോദിക്കാനൊക്കെ നല്ലത് നമ്മൾ ഒരാളുടെ ചോദിക്കാതെ സ്വന്തം പൈസക്ക് ജീവിക്കുന്നതിന് അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ കാലൊക്കെ നല്ല വേദനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ചുരം കയറിയപ്പോൾ കാല് വന്ന് ഈ ടൈലിങ്ങനെ അടിക്കുന്നത്. അത്യാവശ്യം നല്ല കാലം ഉണ്ട് കേട്ടോ. ഇത് ആ ടൈം ഉണ്ടല്ലോ, ടൈമിന് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇത്ര ടൈമിനുള്ളിൽ അവിടെ എത്തിക്കണം എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ടൈലായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു. ഞാനിപ്പോൾ എവിടെ നിൽക്കണം അറിയൂ ടൈലും കൊണ്ട്. അത് നോക്കി നോക്കും. ആ കയറ്റത്തേക്ക് പോകണം കേട്ടോ. അത്യാവശ്യം നമ്മുടെ നല്ല ഈ സാധനം കൊണ്ട് ഞാൻ ഏകദേശം വലഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ ആ സാധനം കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് 1700 നമുക്ക് അവിടെ 1200 കണ്ടത്. പക്ഷേ 1700 അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധനം കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചതെന്ന്. അപ്പോൾ അവരൊന്നും പറയാനൊന്നുമില്ല. ഇതുപോലത്തെ 2 നോട്ട്, ഈ 2000 നോട്ടും തന്നു. 1000 നോട്ടും തന്നു. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ റൂം പോവാം. നമ്മുടെ ലൈഫ് നമ്മളല്ലാണ്ട് വേറെ ഒരാൾ നോക്കില്ല. മനസ്സിലാവുണ്ടോ? മാക്സിമം ട്രൈ ചെയ്യാം. വൺ ഡേ